തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വിഷു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു പണി കിട്ടി. കാരണം ഞങ്ങൾ വിഷുവിൻ്റെ അന്നാണ് 1-ാം തീയതി വരാറ്. അപ്പോൾ ഇന്നലെയാണ് ഇന്നാണ് 1-ാം തീയതി വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെയായിരുന്നു 1-ാം തീയതി. അപ്പോൾ തറവാട്ടമ്പലത്തേക്ക് എല്ലാ ദിവസവും പോകാറുണ്ട്. പക്ഷേ അത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വേറൊരു അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വരാം. എന്നിട്ട് ഞങ്ങൾ നേരെ മാവൻ്റെ ഒടിക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് പുത്തൂർക്ക് ബീക്കുട്ടൻ യാത്രയായിട്ട് കുറേ നേരം യാത്ര ചെയ്ത് നിന്നിട്ട് ബോറടിച്ചപ്പോൾ സൈക്കിൾ ചവിട്ടാൻ കാണിച്ചെന്ന് ഇങ്ങോട്ട് വാ. തൊടരുത് ഇങ്ങോട്ടൊക്കെ ധാരാ വാങ്ങിച്ചെന്ന് ഈ ഡ്രസ്സ് ലല്ലു. Happy Vishu. Happy Vishu. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ തറവാട്ടമ്പലത്തേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ പൂജ ഇല്ലെങ്കിൽ രാവിലെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം മനസ്സമാധാനം ഇല്ല അവിടേക്ക് പോകാണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇതേ പാറമേക്കാവിലേക്കാണ് ഞങ്ങൾ വന്നത്. പിന്നെ മിരി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ആ ഫസ്റ്റ് ടൈം തന്നെയാണ് പാറമേക്കാവിലേക്ക് വരുന്നത് കേട്ടോ. വടക്കൊന്നും പാറമേക്കാവിലേക്കൊന്നും അവളെ കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങൾ. അപ്പോൾ അതേ മുല്ലപ്പൂക്കെ വെച്ച് കുട്ടി നല്ല സുന്ദരി കിട്ടാട്ടെ നടക്കുന്നത്. മുല്ലപ്പൂ ഞങ്ങൾ വാങ്ങിക്കാറില്ല. തോട്ടത്തിനൊക്കെയാണ് ഞാൻ മുല്ലപ്പൂ വയ്ക്കാറ്. ഞാനൊരു മുല്ലപ്പൂ ഫാനൊന്നുമല്ല. പക്ഷേ അവിടെ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും വെക്കണമെന്ന് തോന്നി. മീക്കും ഞാൻ വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഹോട്ടലും അടച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ഏതോ ഒരു ഹോട്ടലിൽ പേര് ഞാൻ മറന്നു. കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ബൈക്കിലാണ് പോയത്. വന്നപ്പോഴേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ച് ആകെ ചൂടല്ലേ. അപ്പം ദേ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങളിത് ഷെയ്ക്ക് കുടിച്ചു. അപ്പോഴാണ് ഇവനെ കണ്ടതിട്ട് നമ്മുടെ അമ്മയുടെ മോനായിട്ട് ശംഭു. അവൻ എന്നോട് എടുക്കണ്ട വീഡിയോ എടുക്കണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവനും കണ്ട് അവനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് തിരിച്ചിനി മാമൻ്റെ ഓടിക്ക് പോകണം കേട്ടോ. മിരി അപ്പം അവിടെ ഫ്രൂട്ട്സൊക്കെ ഉള്ള ഷോപ്പാണ്. അപ്പം അവിടെ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ അവളുടെ ഫേവറേറ്റാണ് മുന്തി. അപ്പം അത് വേണം. പിന്നെ എന്തൊക്കെയോ ഓറഞ്ച് എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 2 ഷേക്ക് പറഞ്ഞത്. അവളങ്ങനെ ഷേക്കൊന്നും കഴിക്കില്ല. വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഏതാ നല്ലതെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്നിട്ട് നമ്മൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്നു കേട്ടോ. വിഷുവിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് വന്നാലും ലഗേജ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോയിട്ട് അതേ മാമൻ്റെ വീട്ടിലെത്തി. മാമൻ്റെ വീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ മാമൻ്റെ മോള്. എൻ്റെ മാമൻ്റെ മോള് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. ശ്രീലക്ഷ്മി എന്നാണ് പേര്. ഞാൻ ഇതുവരെ ഇവളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിള്ളേരെ ആരും കാണിച്ചിട്ടില്ല. എനിക്കിനൊരു വട്ടം മാമൻ്റെ അടുത്ത ഫുൾ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞങ്ങള് മുല്ലപ്പൂ വെച്ചിട്ട് നീ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇത്ര നേരം വെച്ചത്. ഇത് നല്ലത്. ഇത് രാവിലെ കുഞ്ഞു മെഴി പൊട്ടിക്കാൻ പറ്റില്ല. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാരി. എന്റെ സാരിയിലത് ഇത്ര നല്ല വീട്ടും പേരുള്ളപ്പോ വീട്ടും പേര് മാറ്റി നീ. ഞാൻ വരുന്നേക്കാൾ മുമ്പ് ഫുഡ് കഴിച്ചാ അച്ഛൻ കാത്തിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ലവണ്ണം നേരം വൈകിണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ എന്നെ ഒരുവിധം നേരം വൈകിയത് കഴിഞ്ഞിട്ട് മാമൻ്റെ അവിടെ നിന്ന് ഒക്കെ പോകുന്നപ്പോൾ 2 മണിയൊക്കെ 2:30 കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ അച്ഛൻ എല്ലാ വട്ടം കാത്തിരിക്കാറുണ്ട്. ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. കാരണം ഇത്രയും നേരം കാത്തിരിക്കുന്നത് പറ്റി ശരിയില്ലല്ലോ. മുന്തിരി ഉണ്ട്, കണിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കണിയാണ് കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ മുന്നൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മയും ആനയൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ അച്ഛൻ എന്നെ കളിയാക്കണതാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഞാനാണ് എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ത്യച്ചി പിള്ളേരൊക്കെ വരിക. ഇന്ത്യച്ചിയുടെ വീട്ടിലായിരുന്നു വസും ഓമും സിദ്ധുവും ഒക്കെ നിൽക്കാൻ പോയതാണ്. അവർക്ക് അവിടെ വിഷു ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരവിടെ നിൽക്കാൻ പോയതാണ്. അവളെ കണ്ടപ്പോഴേക്കും ഓടിപ്പോയതാണ് മിഴിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടേക്ക് പോയി നിൽക്കാനായിട്ട്. ഞാൻ വിഷുവായി കാരണം വിടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോഴുള്ള സ്നേഹപ്രകടനമാണ് കാണുന്നത് കേട്ടോ. 5 സിദ്ധു എങ്ങനെയുണ്ടായിരുന്നു? വലിയ കൂടെ നില േട്ടാ പിള്ളേരൊക്കെ കൂടിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു വിഷു? എങ്ങനെയുണ്ടായിരുന്നു തന്നെ? ഞങ്ങൾ അടിച്ചു വിളിച്ചു. അമ്പോ മുസ്ലിംകുട്ടി കൊക്കാമ്പൂച്ചി കിട്ടുമ്പോ ഇത് ലല്ലു എടുത്തു അമ്മനെ ഇല്ലാന്ന് സാധനം. അയ്യോ എന്റെ മോള് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വിഷു കൈനീട്ടം ഫെസ്റ്റ് തന്നെ അച്ചാച്ചൻ്റെ വക കൊടുത്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇളയതെന്ന് തൊട്ടിട്ട് ഏറ്റവും ചെറിയ കിടാന്ന് തൊട്ടിട്ട് നിർത്തിയത്. അപ്പോൾ വേണ്ട, ഏറ്റവും മൂത്ത കുട്ടീനെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ട് 6 എണ്ണത്തിന് നമ്മുടെ 6 പിള്ളേരും വരിവരിയായി നിർത്തിയിട്ട് ഓരോരുത്തരെ കൊടുക്കട്ടെ. മീക്കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണെന്നൊന്നും അറിയുന്നില്ല. എല്ലാവരും നിൽക്കണ കാരണം പൈസ തരുന്നുണ്ടല്ലോ. അപ്പം അത് എല്ലാവരും തരുന്ന കാരണം വേഗം അത് വാങ്ങിക്കുക, എൻ്റെ കയ്യിൽ കൊണ്ട് തരിക, അങ്ങനെ ഒരു കളി പോലെ അവൾ കണ്ടായിരുന്നത്. അപ്പം അത് എല്ലാവരെയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങളിൽ മക്കൾക്ക് തരാനാട്ടാ. ഇന്ത്യച്ചിക്ക് കൊടുത്തു, മുത്തേച്ചിക്ക് കൊടുത്തു. ഞാനവിടെ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കും തന്നു. നമ്മുടെ വീട്ടിൽ വിഷു ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറേ പേരുണ്ട് കേട്ടോ. അത്രയധികം പേരുണ്ടാവും. കാരണം നമ്മൾ 4 പേര്, നമ്മുടെ 4 പേരെ മക്കൾ പറഞ്ഞാൽ ഞങ്ങളുടെ 3 പേരെ മക്കൾ, അത് കഴിഞ്ഞിട്ട് അമ്മായിമാരെ മക്കൾ, അങ്ങനെ കുറേ വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. അപ്പോൾ വിഷു ഓണം എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൈമാറി സ്നേഹപ്രകടനങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. എല്ലാ വട്ടം ദശിലേട്ടന് വരാൻ പറ്റാറില്ല, നല്ല തിരക്കാവാറുണ്ട്. അപ്പോൾ ഈ വട്ടം ദശിലേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിമാർക്ക് കൊടുക്കുകയാണ് ഞങ്ങളുടെ അനിയൻ. ഇവളെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കൊടുത്തപ്പം ഇവള് കാല് തൊട്ട് കഴിക്കാൻ പോയി. ആദ്യത്തിന് വെച്ചില്ല. അപ്പോഴേക്കും ഞങ്ങൾ എന്ന് ചോദിച്ചു. അതാണ് ഞങ്ങളെല്ലാവരും കൂടി ചിരിച്ചത്. ഓരോ സെക്ഷൻ വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കുകയാണ് മാമനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാമൻ്റെ ലുക്കൊക്കെ തന്നെ ഉണ്ട്. വെള്ളിയും ഇതൊക്കെ ഇട്ട് ഒരു വലിയ ആളുടെ പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീഴിക്കുട്ടിനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ടും കിട്ടണേ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഓടുകയാണ്. അപ്പം മിഴി അമ്മമ്മയ്ക്കൊക്കെ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ കമ്പിത്തിരിയും സംഭവങ്ങളും പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ. അപ്പോൾ അത് ഓരോ പാക്കറ്റ് എടുത്തിട്ട് ഓരോ പിള്ളേരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഭാഗ്യത്തിന് എല്ലാവരുടെ കയ്യിൽ കൊടുക്കാനുള്ള കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് അച്ഛൻ പറയുന്നത് ഇങ്ങനെ കൃത്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം കത്തിച്ചൊന്നുമില്ല, വൈകുന്നേരം വരെ ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യച്ചി വീട്ടിൽ വെച്ചിട്ട് പിള്ളേർക്ക് കൈനീട്ടം കൊടുക്കാൻ മറന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വസുവിനും പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാല് പിടിച്ച് വലിച്ചിടുന്ന അപ്പതേ അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ശോഭനമായി വന്നു കേട്ടോ. ശോഭനമായും മാമനും അർത്ഥം കൂടിയാണ് വന്നത്. അത്തിരിയും ചേട്ടനും പിന്നാലെ ബൈക്കമ്മ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാരീനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മായിയുടെ.
അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ ആർത്തിക്കൊക്കെ നല്ലോണം ക്ഷീണമായി, വണ്ണൊക്കെ കുറഞ്ഞ് നല്ല കുട്ടിയായിട്ട്. വലിയ 10 മോനെ ആയില്ലേ. അദ്രിയും വന്നു. അദ്രിയാണ് നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ നമ്മുടെ ചേട്ടന്മാരിൽ ഞങ്ങള് മക്കളിൽ ഫസ്റ്റ് ഉണ്ടായ കുട്ടിയാണ് അദ്രി. ഇപ്പം അതേ വലുതായി, നമുക്ക് പേജാവണത് ഇവനൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതേ സിനേഷേട്ടൻ വന്നു. സിനേഷേട്ടനെ ഒന്നും കാണാൻ കിട്ടാറ് പോലും ഇല്ല. ഓണം വിഷുവൊക്കെ ആവണം, അല്ലെങ്കിൽ വല്ല പൂരത്തിനൊന്നും വരില്ല. ചിലപ്പോൾ തലേ ദിവസം അങ്ങനെ വന്നിട്ട് പോകുന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് കേട്ടോ ചേട്ടനെ കിട്ടുന്നത്. ചേട്ടൻ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് കാരണം ചേട്ടനെ ഇങ്ങനത്തെ ഇതിൽ മാത്രം കാണും. അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ചേട്ടൻ തിരക്കായിട്ട് ചേട്ടൻ പോവുകയും ചെയ്യും. സ്പെൻഡ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല കേട്ടാ. മരമോളാരാ മുത്തമരമോളാരാ മുത്തമരമോളാരാ തങ്കം. പിന്നെ ഇതേ നമ്മുടെ അച്ഛമ്മ ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ നെറ്റിയിലൂടെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ആള് ഫുഡൊന്നും കഴിക്കാണ്ട് ഇപ്പോൾ ആകെ ക്ഷീണമായിട്ട് വയ്യാണ്ടൊക്കെ ആയിട്ട് കിടക്കുക. പിന്നെ ഇതേ നമ്മുടെ വല്യമ്മാമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കേണ്ടത്. അജിത മേമ വന്നു. മേമ നേരത്തെ വന്നിട്ട് പിന്നെ മേമരെ എവിടേക്കോ പോയിട്ടാണ് പിന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല, കാര്യങ്ങളൊക്കെ പറയാതെ ഈതമായി വന്നു വീണു. അത് കാരണം വേദന എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടാ. എവിടെയോ വീണു എന്ന് പറഞ്ഞതേ മാമൻ. പിന്നെ ഓരോരുത്തരിങ്ങനെ അമ്മായിമാരും ചേട്ടന്മാരും എല്ലാവരുമായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടാ. പിന്നെ ഇതേ നമ്മുടെ മോയിനുമായും മാമനൊക്കെ വന്നു കേട്ടാ. നമ്മളിങ്ങനെ ഓണം വിഷു പൂരത്തിനൊക്കെ എല്ലാവരും കൂടുന്നതായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും കാണാൻ പറ്റണതൊക്കെ. അപ്പം ദേ അമ്മായും മാമനൊക്കെ വന്നു. ദേ മാമനാണ്, മൂന്നാമത്തെ അമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളിങ്ങനെ സാധാരണ വർത്താനം വാചകടിച്ചൊക്കെ ഇരിക്കാതെ ഉള്ളത്. പക്ഷെ രക്ഷിതാട്ടം വന്നാൽ എവിടേക്കെങ്കിലും പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ വട്ടം പോണത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ടർഫ് ബുക്ക് ചെയ്തു. ടർഫിലേക്കാണ് പോണത് കേട്ടോ. അപ്പം ഇവര് കളിക്കാൻ പോവാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്തായാലും പോവുമല്ലോ. അപ്പം മിഴി അണിച്ചാൽ ഇത് മിഴി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. ആളത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ചീത്തയായിരുന്നു അവളെ കൊണ്ടുപോകാത്തതിന്. അവൾ ഉറങ്ങി, നല്ലോണം കളിച്ച കാരണം അവൾ ഉറങ്ങി. അപ്പോൾ ഞാൻ അവളോട് കെടുത്തി. അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂടിയിട്ട് ടർഫിൽ കളിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ സിനേഷേട്ടനൊക്കെ പണ്ടത്തെ പ്ലെയറാണ് കേട്ടോ, നല്ലോണം ക്രിക്കറ്റൊക്കെ കളിക്കാറുള്ളതാണ്. പിന്നെ പൊന്നപ്പൻ പറയണ്ടല്ലോ, അവനിങ്ങനെ ഫുട്ബോളാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഫുട്ബോളൊക്കെ ടർഫിൽ പോയി കളിക്കുന്നതാണ്. പിന്നെ എല്ലാ പിള്ളേർക്കും ഇങ്ങനത്തെ ഒരു ക്രൈസ് ഉണ്ടാവുമല്ലോ, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഇഷ്ടമാവണതായി. കാരണം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ആരാ വിളിച്ച സിനേഷനെ? ആ നവീൻ മാമനെ ആരാ? ടീം തോറ്റു, ഞങ്ങൾ കളിച്ചത് ഞങ്ങൾ കളി അതല്ലേ ഞങ്ങൾ എന്താ അപ്പൊ റൂൾസ് പറയാം. ആ പുലി വരട്ടെ. പറ്റുന്നുണ്ടാ പിടിക്കാൻ
ആ തിരിഞ്ഞിക്കണ അന്തോ ചേട്ടന്റെ പറ്റിയ ലാസ്റ്റ് നമ്മൾ ഒരു 3 ഊത്ത് കളിച്ചു തോന്നുന്നുണ്ട്, 2 ഊത്ത് നമ്മൾ തന്നെ ജയിച്ചു കേട്ടാ. അതിൻ്റെ സന്തോഷ പ്രകടനമൊക്കെ ലാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് വന്നിട്ട് തുടങ്ങി കമ്പിത്തിരിയും മത്താപ്പൂവൊക്കെ പൊട്ടിക്കാനായിട്ട്. അപ്പോഴൊക്കെ മിഴി ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ഇവരോട് കുറച്ച് പൊട്ടിച്ചിട്ട് നിൽക്ക്, ഇനി മിഴി വന്നിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കും ഗുൽഷനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഗുൽഷൻ എന്നല്ല കേട്ടോ തക്കുവിൻ്റെ ഉണ്ണിയുടെ പേര് ഗുൽഷൻ എന്ന് ആരോ വിളിച്ചിട്ട് ഞങ്ങളങ്ങനെ വിളിച്ചതാണ് കിടാവിന്. പടക്കൊക്കെ പൊട്ടിച്ചില്ലേ അവിടെ വലിയ പോന്ന് മിഴി ഞങ്ങൾ അപ്പ പോയിട്ട് വന്നിട്ടൊന്നും മിഴി ആയിട്ടുണ്ടായിരുന്നില്ല. മിഴി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എത്രയും ബഹളത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണോ ഉറങ്ങിയത്. കാരണം ചിലപ്പോൾ ഇങ്ങനെ രാവിലെ ഒക്കെ നല്ല കളിയായ കാരണം അങ്ങനെ ക്ഷീണിച്ചുറങ്ങിയതാണ്. മാമൻ്റെ കൂടെ പോയപ്പോൾ രാമനായിട്ട് കുറേ നേരം കളിച്ചു. അപ്പോൾ ഒരുവിധമായിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കളിച്ചിട്ട് ആൾക്ക് നല്ലോണം ടയേർഡായ കാരണം ഉറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടനും മോളും അവിടെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ കത്തിക്കാനൊക്കെ. പിന്നെ കത്തിച്ച് അവൾക്ക് ഓക്കെ ആയിട്ടാ പേടിയൊക്കെ മാറി തുടങ്ങി. ഓമൊന്നും നിർത്തുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് കയ്യൊക്കെ ഇങ്ങനെ തന്നെ ആവുമെന്ന്, കമ്പിത്തിരി പിടിച്ച പോലെ തന്നെ ആവുമെന്ന്. ഏത് നേരം 2-3 ദിവസമായിട്ട് തന്നെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ പോയിട്ട് തന്നെ അവർ ഫുള്ള് ഇങ്ങനെ കുറേ കമ്പിത്തിരി മൊത്തം പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് പൊട്ടിക്കൽ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഗീതമായി സഞ്ചേട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഈ വിഷു അടിച്ച് പൊളിച്ചിട്ടു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.